നിർത്തൂ. ഒരു നിമിഷം. നിങ്ങളുടെ ദൃഷ്ടി നിങ്ങളുടെ പാദങ്ങളിലേക്ക് തിരിക്കൂ. നിങ്ങൾ എന്താണ് കാണുന്നത്? തോൽ, തുണി അല്ലെങ്കിൽ റബ്ബർ കൊണ്ടുള്ള ഒരു ആവരണം. അതിനെ നിങ്ങൾ ഷൂ എന്ന് വിളിക്കുന്നു. അതിനെ നിങ്ങൾ ചെരുപ്പ് എന്ന് വിളിക്കുന്നു. ഇത് നിങ്ങളെ സംരക്ഷിക്കുന്നു എന്ന് നിങ്ങൾ കരുതുന്നു. കല്ലുകളിൽ നിന്നും മുള്ളുകളിൽ നിന്നും ഇത് നിങ്ങളെ രക്ഷിക്കുന്നു എന്ന് നിങ്ങൾ കരുതുന്നു. നിങ്ങൾ വലിയ തെറ്റിലാണ്. ഇത് സംരക്ഷണമല്ല, ഇതൊരു മതിലാണ്. ഇതൊരു ജയിലാണ്. നിങ്ങളുടെ സ്വന്തം വേരുകളെ, നിങ്ങളുടെ സ്വന്തം പാദങ്ങളെ പ്ലാസ്റ്റിക്കിന്റെയും റബ്ബറിന്റെയും ഇരുണ്ട തടവറയിൽ നിങ്ങൾ അടച്ചിട്ടിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ ചോദിക്കുന്നു, എന്റെ ശരീരം എന്തുകൊണ്ട് രോഗബാധിതമാകുന്നു? നിങ്ങൾ ചോദിക്കുന്നു, എന്റെ യൗവനം എന്തുകൊണ്ട് ഇത്ര വേഗത്തിൽ മങ്ങുന്നു? എന്റെ മുട്ടുകളിലും മുതുകിലുമുള്ള ഈ വേദന എന്തുകൊണ്ട് മാറുന്നില്ല? രാത്രിയിൽ എനിക്ക് എന്തുകൊണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ല? കാരണം പുറത്തല്ല, കാരണം വൈറസിലല്ല, കാരണം നിങ്ങളുടെ പാദങ്ങൾക്ക് താഴെയാണ്. വേരുകൾക്ക് ചുറ്റും സിമന്റ് മതിൽ കെട്ടിയ ഒരു മരത്തെപ്പോലെയാണ് നിങ്ങൾ. വേരുകൾക്ക് ആഹാരം ലഭിക്കാത്തപ്പോൾ, വേരുകൾക്ക് ഭൂമിയുടെ സത്ത് ലഭിക്കാത്തപ്പോൾ മരം വാടിപ്പോകുന്നു, ഇലകൾ മഞ്ഞ നിറമാകുന്നു, തണ്ട് ദുർബലമാകുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു പുതിയ ശാസ്ത്രമല്ല, ഈ ഭൂമിയോളം പഴക്കമുള്ള ഒന്നാണ്. നിങ്ങളുടെ മലനിരകളോളം പഴക്കമുള്ളത്. നിങ്ങളുടെ ഋഷിമാരും സന്യാസിമാരും നഗ്നപാതരായി നടന്നത് ഭ്രാന്തുകൊണ്ടല്ല, അത് ദാരിദ്ര്യമായിരുന്നില്ല. അതൊരു ആഴമേറിയ ശാസ്ത്രമായിരുന്നു. അത് ജീവരസത്തിന്റെ ശാസ്ത്രമായിരുന്നു. അത് ജൈവ ഊർജത്തിന്റെ ശാസ്ത്രമായിരുന്നു. ആധുനിക ശാസ്ത്രം ഇപ്പോൾ ഇതിനെ ഗ്രൗണ്ടിംഗ് അല്ലെങ്കിൽ എർത്തിംഗ് എന്ന് വിളിക്കുന്നു. നിങ്ങൾ മറന്നുപോയ അതേ പുരാതന സത്യമാണിത്. നിങ്ങളുടെ ചെരുപ്പുകൾ അഴിച്ച് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. കാരണം ഈ 10 മിനിറ്റ് പരീക്ഷണം നിങ്ങളുടെ ജീവിതത്തിന്റെ ഘടികാരത്തെ 20 വർഷം പുറകിലേക്ക് തിരിക്കും. ഇതൊരു മാന്ത്രിക വിദ്യയല്ല, ഇത് നിങ്ങളുടെ ശരീരത്തിന്റെ സ്വഭാവമാണ്. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഒരു പവർ ഹൗസാണ്. ഓരോ നിമിഷവും ഓരോ സെക്കൻഡിലും വൈദ്യുതി നിങ്ങളുടെ ഉള്ളിലൂടെ ഒഴുകുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയം വൈദ്യുതിയുടെ താളത്തിലാണ് തുടിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് വൈദ്യുതി തരംഗങ്ങളിലൂടെയാണ് ചിന്തിക്കുന്നത്. ഇത് കേവലം രക്തമല്ല, മറിച്ച് നിങ്ങളുടെ നാഡികളിലൂടെ ഒഴുകുന്ന ഒരു തരം വൈദ്യുത പ്രവാഹമാണ്. ഓരോ ബാറ്ററിക്കും ഓരോ വൈദ്യുത ഉപകരണത്തിനും എർത്തിംഗ് ആവശ്യമാണ്. നിങ്ങളുടെ വീടുകളിലെ പ്ലഗ് പോയിന്റുകളിൽ 3 സുഷിരങ്ങളുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഒന്നിൽ ഫേസ്, ഒന്നിൽ ന്യൂട്രൽ, പിന്നെ മുകളിലുള്ള കട്ടിയുള്ള സുഷിരം എർത്തിങ്ങിനുള്ളതാണ്. ഈ എർത്തിങ് ഇല്ലെങ്കിൽ വോൾട്ടേജ് കൂടുമ്പോൾ വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും കത്തിപ്പോകും. TV പൊട്ടിത്തെറിക്കും, ഫ്രിഡ്ജ് തകരാറിലാകും. നിങ്ങളുടെ ശരീരത്തിനും ഇതാണ് സംഭവിക്കുന്നത്. നിങ്ങളുടെ ശരീരം വളരെ സെൻസിറ്റീവായ ഒരു യന്ത്രമാണ്. കഴിഞ്ഞ 50-60 വർഷങ്ങളിൽ മനുഷ്യൻ ഒരു വലിയ തെറ്റ് ചെയ്തു. അവൻ റബ്ബർ ചെരുപ്പുകൾ ധരിക്കാൻ തുടങ്ങി. റബ്ബർ, പ്ലാസ്റ്റിക്, കൃത്രിമ റബ്ബർ, ഇവ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? റബ്ബർ വൈദ്യുതിയുടെ ഒരു കുജാലകമാണ്. റബ്ബർ വൈദ്യുതിയുടെ ഒഴുക്കിനെ തടയുന്നു. നിങ്ങൾ റബ്ബർ ചെരുപ്പുകൾ ധരിച്ച് നിലത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ ഭൂമിയിൽ നിന്ന് വേർപെടുത്തപ്പെടുന്നു. നിങ്ങളുടെ ബന്ധം മുറിഞ്ഞു പോകുന്നു. നിങ്ങൾ ഒറ്റപ്പെട്ടവരാകുന്നു. ഭൂമി ഒരു ജീവനില്ലാത്ത കല്ലല്ല, ഭൂമി ഒരു ജീവനുള്ള സത്തയാണ്. അതിനുള്ളിൽ ഊർജത്തിന്റെ ഒരു വലിയ ശേഖരമുണ്ട്. നിങ്ങൾ തൊടാത്ത ആ മണ്ണിൽ, നിങ്ങൾ തൊടാത്ത ആ പുല്ലിൽ കോടിക്കണക്കിന് ഇലക്ട്രോണുകൾ ഒഴുകി നടക്കുന്നുണ്ട്. ലളിതമായി പറഞ്ഞാൽ ഇതൊരു നെഗറ്റീവ് ഊർജമാണ്, ഒരു നെഗറ്റീവ് ചാർജ്. ഭൂമി ഈ ഊർജം നിങ്ങൾക്ക് സൗജന്യമായി നൽകാൻ ആഗ്രഹിക്കുന്നു. അവൾ ഒരു അമ്മയാണ്. അവൾ തന്റെ മക്കളെ പോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങളിടയിൽ ഒരു റബ്ബർ മതിൽ പണിതിരിക്കുന്നു. ഇനി നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കൂ. നിങ്ങൾ ശ്വസിക്കുമ്പോൾ, നിങ്ങൾ ആഹാരം ദഹിപ്പിക്കുമ്പോൾ, നിങ്ങൾ സമ്മർദ്ദത്തിലാകുമ്പോൾ, നിങ്ങൾ ഉത്കണ്ഠപ്പെടുമ്പോൾ, നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ഒരു പ്രക്രിയ നടക്കുന്നു. ഒരു കാറിന്റെ എഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ പുക പുറന്തള്ളുന്നതുപോലെ നിങ്ങളുടെ കോശങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ശരീരത്തിൽ ചില ഘടകങ്ങൾ ഉണ്ടാകുന്നു. അവയെ ശാസ്ത്രം ഫ്രീ റാഡിക്കലുകൾ എന്ന് വിളിക്കുന്നു. ഈ ഫ്രീ റാഡിക്കലുകൾ വളരെ അപകടകാരികളാണ്.
അവയ്ക്ക് പോസിറ്റീവ് ചാർജാണുള്ളത്. അവ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ഗുണ്ടകളെപ്പോലെ അലഞ്ഞുതിരിയുന്നു. ഈ ഫ്രീ റാഡിക്കലുകൾക്ക് ഒരു ഇലക്ട്രോണിന്റെ കുറവുണ്ട്. അതിനാൽ അവ വിശക്കുന്നവരാണ്. അവ ഭ്രാന്തന്മാരെ പോലെ രക്തത്തിലോടുന്നു. എവിടെയെങ്കിലും ഒരു ആരോഗ്യകരമായ കോശത്തെ കണ്ടാൽ അവ അതിനെ കടിക്കുന്നു. അവ നിങ്ങളുടെ ആരോഗ്യകരമായ കോശങ്ങളെ കൊല്ലുന്നു. അവ നിങ്ങളുടെ ടിഷ്യൂകളെ നശിപ്പിക്കുന്നു. അവ എവിടെ കടിക്കുന്നുവോ അവിടെ നീർവീക്കവും ജ്വലനവും ഉണ്ടാക്കുന്നു. ഇന്നത്തെ ലോകത്തിലെ എല്ലാ പ്രധാന രോഗങ്ങൾക്കും, അത് ആർത്രൈറ്റിസ് ആകട്ടെ, ഹൃദ്രോഗസാകട്ടോകമാകട്ടെ, ക്യാൻസർ ആകട്ടെ, വൃക്കരോഗമാകട്ടെ, അല്ലെങ്കിൽ അകാല വാർദ്ധക്യമാകട്ടെ, എല്ലാത്തിനും ഒരേയൊരു മൂലകാരണമേയുള്ളൂ: നീർവീക്കം. ശരീരത്തിനുള്ളിലെ ഒരു തീ. നിങ്ങളുടെ ശരീരം ഉള്ളിൽ നിന്ന് കത്തുകയാണ്. നിങ്ങളുടെ മുട്ടുകളിലെ ഈ വേദന എന്താണ്? അവിടെ അടിഞ്ഞുകൂടിയ നീർവീക്കം തന്നെ. നിങ്ങളുടെ മുതുകിലെ കഠിനമായ വേദന എന്താണ്? വർഷങ്ങളായി അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളാണ്. അവയ്ക്ക് പുറത്തേക്ക് പോകാൻ വഴിയില്ല. പ്രകൃതി ഒരു അത്ഭുതകരമായ ക്രമീകരണം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിലത്ത് നഗ്നപാദനായി നടക്കുമ്പോൾ, നിങ്ങളുടെ പാദങ്ങളിലെ ചർമ്മം മണ്ണിൽ തൊടുമ്പോൾ ഒരു അത്ഭുതം സംഭവിക്കുന്നു. നെഗറ്റീവ് വൈദ്യുതിയുടെ ശേഖരമായ ഭൂമി അതിന്റെ സൗജന്യ ഇലക്ട്രോണുകളെ നിങ്ങളുടെ ശരീരത്തിനുള്ളിലേക്ക് അയക്കുന്നു. നിങ്ങൾ നിലത്തു തൊടുന്ന നിമിഷം ഭൂമിയുടെ ഇലക്ട്രോണുകൾ നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ആ ഫ്രീ റാഡിക്കലുകളെ ശാന്തമാക്കുകയും ചെയ്യുന്നു. ഭൂമിയുടെ ഇലക്ട്രോണുകൾ ആ വിശക്കുന്ന തീവ്രവാദികൾക്ക് ഭക്ഷണമായി മാറുന്നു. തീവ്രവാദികൾ ശാന്തരാകുന്നു. അവ ന്യൂട്രലാകുന്നു. നിങ്ങളുടെ ശരീരത്തിലെ തീ അണയുന്നു. നീർവീക്കം കുറയാൻ തുടങ്ങുന്നു. എന്നാൽ നിങ്ങൾ ചെരുപ്പ് ധരിക്കുന്നു. നിങ്ങൾ വീട്ടിനുള്ളിലും ചെരുപ്പ് ധരിക്കുന്നു. നിങ്ങളുടെ കിടക്കയിൽ പോലും നിങ്ങൾ റബ്ബർ മെത്തയിലാണ് ഉറങ്ങുന്നത്. ഓഫീസിൽ നിങ്ങൾ കൃത്രിമ കസേരയിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ 24 മണിക്കൂറും പ്രകൃതിയിൽ നിന്ന് ഒറ്റപ്പെട്ടവരാണ്. അമ്മയെ തൊടാൻ അനുവാദമില്ലാത്ത ഒരു തടവുകാരനെ പോലെയാണ് നിങ്ങൾ. ഭൂമിയെ തൊടാൻ കഴിയാത്തതിനാൽ നിങ്ങളുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ, ആ പോസിറ്റീവ് ചാർജ്, ആ അധിക വോൾട്ടേജ് പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല. അത് ഉള്ളിൽ അടിഞ്ഞുകൂടുന്നു. വോൾട്ടേജ് ഉള്ളിൽ കൂടുമ്പോൾ ഒരു ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുന്നു. ശരീരത്തിലെ രോഗങ്ങൾ എന്താണ്? അവ ഷോർട്ട് സർക്യൂട്ടുകളാണ്. ഒരാളുടെ കരൾ നശിക്കുന്നു, ഒരു ഷോർട്ട് സർക്യൂട്ട്. മറ്റൊരാൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, അവരുടെ മനസ്സിൽ ഒരു ഷോർട്ട് സർക്യൂട്ട്. സമ്മർദ്ദം അത്രയ്ക്ക് തീവ്രമാണ്, ചിന്തകൾ നിർത്താൻ കഴിയില്ല. ഇത് വിസർജിക്കാത്ത അധിക വോൾട്ടേജാണ്. നിങ്ങളത് എങ്ങനെ പുറന്തള്ളണമെന്ന് മറന്നുപോയി. ഭക്ഷണത്തിലൂടെയും വായുവിലൂടെയും സമ്മർദ്ദത്തിലൂടെയും നിങ്ങൾ ചാർജ് ചെയ്യപ്പെട്ടിരിക്കുന്നു. പക്ഷേ വിസർജനത്തിനുള്ള ഒരേയൊരു വഴി നിങ്ങൾ അടച്ചു. നിങ്ങളുടെ പാദങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കൂ. നിങ്ങളുടെ മുത്തച്ഛന്മാരെയും വയലിൽ നഗ്നപാതരായി പണിയെടുക്കുന്ന ഗ്രാമീണ തൊഴിലാളികളെയും നോക്കൂ. ഒരു തൊഴിലാളി ജിമ്മിൽ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ പ്രോട്ടീൻ ഷേക്ക് കഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. എങ്കിലും അവരുടെ ശരീരം ഇരുമ്പ് പോലെയാണ്. അവർ വെയിലിൽ പണിയെടുക്കുന്നു. അവരുടെ നഗ്നപാദങ്ങൾ ചെളിയിൽ പുതഞ്ഞുകിടക്കുന്നു. അവർ രാത്രി നിലത്തുറങ്ങുന്നു. നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും ലഭിക്കാത്ത ആഴത്തിലുള്ള ഉറക്കം അവർക്ക് ലഭിക്കുന്നു. നിങ്ങൾ AC മുറികളിൽ, വെൽവെറ്റ് മെത്തകളിൽ കിടക്കുന്നു. എങ്കിലും നിങ്ങൾ ഉറക്ക ഗുളികകൾ കഴിച്ചാലും ഉറങ്ങാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? കാരണം ആ തൊഴിലാളി ഭൂമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവന്റെ ശരീരവും ഭൂമിയുടെ ശരീരവും വേർപെടുത്താൻ കഴിയാത്തവയാണ്. ഒരു നിരന്തര സംഭാഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഭൂമി ഓരോ നിമിഷവും അവന്റെ ക്ഷീണവും സമ്മർദ്ദവും നീർവീക്കവും വലിച്ചെടുക്കുന്നു. എന്നാൽ നിങ്ങളത് ശേഖരിച്ചു വെക്കുന്നു. നിങ്ങൾ റബ്ബർ ഷൂ ധരിച്ച് മോർണിംഗ് വാക്കിന് പോകുന്നു. നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുന്നു എന്ന് നിങ്ങൾ കരുതുന്നു. നിങ്ങൾ ഓടുന്നു, വിയർക്കുന്നു. എന്നാൽ നിങ്ങളുടെ പാദങ്ങൾക്ക് താഴെയുള്ള ആ റബ്ബർ സോൾ ഭൂമിയിൽ നിന്നുള്ള ഒരു തുള്ളി ഊർജത്തെ പോലും ഉള്ളിലേക്ക് കടത്തിവിടുന്നില്ല. നിങ്ങൾ ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുന്നു. കാരണം ഓടുന്നത് ശരീരത്തിൽ ഓക്സിഡേഷൻ ഉണ്ടാക്കുന്നു, കൂടുതൽ ഫ്രീ റാഡിക്കലുകളെ ഉണ്ടാക്കുന്നു. പക്ഷേ അവയെ ശാന്തമാക്കാൻ ആവശ്യമായ ഭൂമിയുടെ സ്പർശം നിങ്ങൾ തടഞ്ഞിരിക്കും. ഈ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്: മണ്ണ്, വെള്ളം, തീ, ആകാശം, വായു.
ഇതിൽ മണ്ണാണ് ഒന്നാമത്തെ ഘടകം. ഭൂമിയുമായുള്ള ബന്ധം മുറിഞ്ഞാൽ ബാക്കി 4 ഘടകങ്ങൾ നിങ്ങളെ എങ്ങനെ രക്ഷിക്കും? ശാസ്ത്രം ഇപ്പോൾ അത്ഭുതപ്പെടുകയാണ്. ഇന്നലെ വരെ മരുന്നുകൾ നിർദ്ദേശിച്ച ഡോക്ടർമാർ ഇപ്പോൾ ഗവേഷണം നടത്തുകയാണ്. ഒരു വ്യക്തി പുല്ലിലോ മണ്ണിലോ 10 മിനിറ്റ് നഗ്നപാതനായി നിൽക്കുമ്പോൾ അയാളുടെ രക്തം മാറാൻ തുടങ്ങുന്നു എന്ന് അവർ കണ്ടെത്തി. മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ ഷൂ ധരിക്കുന്നവരുടെ രക്തം കെച്ചപ്പ് പോലെ കട്ടിയാകുന്നത് അവർ കണ്ടു. രക്തം കട്ടിയാകുമ്പോൾ ഹൃദയത്തിന് കൂടുതൽ ജോലി ചെയ്യേണ്ടി വന്നു. രക്തസമ്മർദ്ദം കൂടുന്നു. ഹൃദയത്തിന് ഓക്സിജൻ ശരിയായി എത്തിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എപ്പോഴും ക്ഷീണം തോന്നുന്നത്. എന്നാൽ അതേ വ്യക്തി ചെരുപ്പുകൾ മാറ്റി 10 മിനിറ്റ് നിലത്ത് നിന്നപ്പോൾ അത്ഭുതം സംഭവിച്ചു. രക്തകോശങ്ങൾ വേർപിരിഞ്ഞു. രക്തം നേർത്തതായി മാറി. രക്തയോട്ടം വർദ്ധിച്ചു. ഹൃദയത്തിന് ആശ്വാസം ലഭിച്ചു. മുഖത്ത് ഒരു തിളക്കം വന്നു. ഇത് മാന്ത്രിക വിദ്യയല്ല, ശാസ്ത്രമാണ്. ഇതിനെ സീറ്റ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നു. ഭൂമിയുടെ ഇലക്ട്രോണുകൾ രക്തകോശങ്ങളെ പരസ്പരം അകറ്റി നിർത്തുന്നു. അതിനാൽ രക്തം വെള്ളം പോലെ ഒഴുകുന്നു. ഹൃദയാഘാത സാധ്യത കുറയുന്നു. പ്രകൃതി സൗജന്യമായി നൽകിയ ഈ ചികിത്സ നിങ്ങൾ നിരസിച്ചു. നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നുകൾ തിരഞ്ഞെടുത്തു. സൈഡ് ഇഫക്റ്റുകളുള്ള ഗുളികകൾ കഴിക്കുന്നു. പക്ഷേ 10 മിനിറ്റ് നിലത്തു നടക്കാൻ നിങ്ങൾ തയ്യാറല്ല. മനുഷ്യൻ എത്ര വിചിത്രമായിരിക്കുന്നു. സ്വന്തം സൗകര്യത്തിനായി അവനെ തന്നെ കൊല്ലുന്ന വസ്തുക്കൾ നിർമ്മിച്ചു. ഈ കൃത്രിമ വസ്ത്രങ്ങൾ, ഈ പരവതാനികൾ എല്ലാം ശരീരത്തിൽ സ്റ്റാറ്റിക് വൈദ്യുതി ഉണ്ടാക്കുന്നു. ഒരു വാതിലിന്റെ ഹാൻഡിൽ തൊടുമ്പോൾ നിങ്ങൾക്ക് ഷോക്ക് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ശരീരത്തിൽ ആയിരക്കണക്കിന് വോൾട്ട് വൈദ്യുതി കെട്ടിക്കിടക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അത്. ഇതിനെ പുറന്തള്ളാൻ വഴിയില്ല. ഇത് നിങ്ങളുടെ നാഡീവ്യവസ്ഥയെ എപ്പോഴും സമ്മർദ്ദത്തിലാക്കുന്നു. വന്യമൃഗങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതുപോലെ നിങ്ങളുടെ ശരീരം എപ്പോഴും ഭയത്തിലാണ്. നിങ്ങൾ സ്വന്തം വീട്ടിലാണെങ്കിലും ശരീരത്തിന് ശാന്തി കണ്ടെത്താൻ കഴിയില്ല. കാരണം ഭൂമിയുമായി ബന്ധപ്പെടുമ്പോൾ മാത്രമേ ശരീരം ശാന്തമാക്കൂ. പുരാതന കാലത്ത് ഋഷിമാർ മരക്കടാവുകൾ ധരിച്ചിരുന്നു. മരം വൈദ്യുതി കടത്തിവിടില്ല. അവർ മിക്കവാറും നഗ്നപാതരായിരുന്നു. ക്ഷേത്രങ്ങളിൽ ചെരുപ്പ് അഴിച്ചുവെക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈശ്വരന് നിങ്ങളുടെ ചെരുപ്പിനോട് വെറുപ്പുള്ളതുകൊണ്ടല്ല. ഭൂമിയുടെ കാന്തിക ശക്തി കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് ക്ഷേത്രങ്ങൾ പണിതിരിക്കുന്നത്. നിങ്ങളവിടെ നഗ്നപാതനായി നടക്കുമ്പോൾ ആ ഊർജം നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കണം എന്നതുകൊണ്ടാണ് ആ നിയമം ഉണ്ടാക്കിയത്. നിങ്ങൾ അവിടെ നിന്ന് മാറ്റിമറിക്കപ്പെട്ടു മടങ്ങുന്നു. ഇന്നത്തെ കാലത്ത് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ കൂടുകയാണ്. നിങ്ങളുടെ ശരീരം സ്വന്തം കോശങ്ങളെ തന്നെ ശത്രുവായി കണ്ട് കൊല്ലുന്നു. കാരണം നിങ്ങളുടെ പ്രതിരോധ സംവിധാനം ആശയക്കുഴപ്പത്തിലാണ്. ഉള്ളിലെ വൈദ്യുതിയുടെയും റേഡിയേഷന്റെയും ബഹളം കാരണം അതിന് സുഹൃത്തിനെയും ശത്രുവിനെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല. വൈഫൈ, മൊബൈൽ ടവറുകൾ ഇവയെല്ലാം നമ്മെ ബാധിക്കുന്നു. എന്നാൽ നിങ്ങൾ ഭൂമിയിൽ തൊടുന്ന നിമിഷം നിങ്ങളുടെ ശരീരം ഭൂമിയുടെ താളവുമായി, ഷൂമാൻ റെസൊണൻസുമായി പൊരുത്തപ്പെടുന്നു. നഗ്നപാതനായി നിലത്ത് ചവിട്ടുമ്പോൾ നിങ്ങൾ വീണ്ടും ആ സംഗതത്തിലേക്ക് തിരിച്ചെത്തുന്നു. ഓഷോ, ഞങ്ങളുടെ പാദങ്ങൾ വേദനിക്കുന്നു. ഞങ്ങൾ എങ്ങനെ നഗ്നപാതനായി നടക്കും എന്ന് പലരും ചോദിക്കാറുണ്ട്. നിങ്ങൾ അവയെ അമിതമായി സംരക്ഷിച്ചതുകൊണ്ടാണ് അവ ദുർബലമായത്. നിങ്ങളുടെ പാദങ്ങളിൽ ആയിരക്കണക്കിന് നാഡീഗ്രന്ഥികളുണ്ട്. അത് നിങ്ങളുടെ ശരീരത്തിന്റെ റിമോട്ട് കൺട്രോളാണ്. പുല്ലിലൂടെയും മണ്ണിലൂടെയും നടക്കുമ്പോൾ പ്രകൃതിദത്തമായ മസാജ് ലഭിക്കുന്നു. കിഡ്നി, ലിവർ, മസ്തിഷ്കം എല്ലാം ഉണരുന്നു. വാർദ്ധക്യമെന്നാൽ വറ്റിപ്പോകുക എന്നാണ്. ഒരു കുട്ടി വഴക്കമുള്ളവനാണ്. ഒരു വൃദ്ധൻ ഉണങ്ങിയ മരം പോലെ കടുപ്പമുള്ളവനാണ്. ഇത് ഇലക്ട്രോണുകളുടെ കുറവാണ്. ഇരുമ്പ് തുരുമ്പെടുക്കുന്നത് പോലെ നിങ്ങളുടെ ശരീരം ഉള്ളിൽ നിന്ന് തുരുമ്പെടുക്കുന്നു. ഇതിനെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് വിളിക്കുന്നു. ഗ്രൗണ്ടിംഗ് എന്നാൽ നിങ്ങളുടെ ശരീരത്തിനുള്ള തുരുമ്പ് വിരുദ്ധ പെയിന്റ് പോലെയാണ്. മണ്ണുമായി സമ്പർക്കം പുലർത്തുന്നവർക്ക് ചുളിവുകൾ കുറവായിരിക്കും. കാരണം അവരൊരിക്കലും പ്രായമാകാത്ത ഒരു സ്രോതസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭൂമിക്ക് കോടിക്കണക്കിന് വർഷം പഴക്കമുണ്ട്. പക്ഷെ അവൾ ഇന്നും യുവതിയാണ്. നിങ്ങൾ ചട്ടിയിൽ വളരുന്ന ചെടിയാകരുത്, കാട്ടുമരമാകണം. മണ്ണ് അഴുക്കല്ല. നിങ്ങളുടെ ശരീരം ഈ മണ്ണാൽ നിർമ്മിതമാണ്. ഒരു ദിവസം ഈ മണ്ണിലേക്ക് തന്നെ മടങ്ങും.
നമ്മെ സൃഷ്ടിച്ച മണ്ണിനോട് എന്തിനാണ് ഇത്ര വെറുപ്പ്? ആധുനിക നാഗരികത ശുചിത്വത്തിന്റെ പേരിൽ നമ്മെ പ്രകൃതിയിൽ നിന്ന് അകറ്റി നമ്മുടെ പ്രതിരോധശേഷി നശിച്ചു. കുട്ടികളെ മണ്ണിൽ കളിക്കാൻ അനുവദിക്കൂ. വേദനയുടെ ശാസ്ത്രീയ കാരണം ഒരു പോസിറ്റീവ് ചാർജാണ്. ഗ്രൗണ്ടിങ്ങിന്റെ ഏറ്റവും വലിയ ഫലം വേദനയിലാണ്. നിങ്ങൾക്ക് തലവേദനയോ മുട്ടുവേദനയോ ഉണ്ടെങ്കിൽ നനഞ്ഞ പുല്ലിലോ മണ്ണിലോ 20 മിനിറ്റ് നിൽക്കൂ. വേദന കുറയുന്നത് നിങ്ങൾ കാണും. മരുന്നുകൾ നിങ്ങളെ മരവിപ്പിക്കുന്നു, പക്ഷേ സുഖപ്പെടുത്തുന്നില്ല. സത്യം എപ്പോഴും ലളിതമാണ്. നാളെ രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ നിങ്ങളുടെ മൊബൈൽ മാറ്റിവെച്ച് 10 മിനിറ്റ് നഗ്നപാതനായി പുല്ലിലൂടെ നടക്കൂ. പുല്ലിൽ മഞ്ഞുതുള്ളികളുണ്ടെങ്കിൽ അത് അമൃതാണ്. ആദ്യത്തെ 2 മിനിറ്റിൽ നിങ്ങളുടെ പാദങ്ങളിൽ ഒരു തരം തരിപ്പ് അനുഭവപ്പെടും. അത് വൈദ്യുതി പ്രവഹിക്കാൻ തുടങ്ങി എന്നതിൻ്റെ അടയാളമാണ്. ഭൂമി ഒരു കാന്തം പോലെ നിങ്ങളുടെ സമ്മർദ്ദം വലിച്ചെടുക്കുന്നു. ഇതിലൂടെ നിങ്ങളുടെ ശരീരത്തിലെ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ നിയന്ത്രിക്കപ്പെടുന്നു. രാത്രിയിൽ ആഴത്തിലുള്ള ഉറക്കം ലഭിക്കുന്നു. ഉറക്കം ആഴത്തിലുള്ളതാകുമ്പോൾ വാർദ്ധക്യം ദൂരേക്ക് പോകുന്നു. 10ാം നിലയിൽ താമസിക്കുന്നവർക്ക് ചെമ്പ് കമ്പി ഉപയോഗിച്ച് ഇൻഡോർ ഗ്രൗണ്ടിംഗ് ചെയ്യാം. സൂര്യൻ പിതാവും ഭൂമി മാതാവുമാണ്. കോശങ്ങളിലെ മൈറ്റോകോൺഡ്രിയ ഇരട്ടി ശക്തിയോടെ പ്രവർത്തിക്കാൻ ഇത് സഹായിക്കുന്നു. മുഖത്തെ തിളക്കം രക്തത്തിന്റെ ശുദ്ധിയിൽ നിന്നാണ് വരുന്നത്. നഗ്നപാതനായി നടക്കുമ്പോൾ ഓക്സിജൻ ലഭ്യത കൂടുന്നു. ചർമ്മം ശ്വസിക്കാൻ തുടങ്ങുന്നു. സ്ത്രീകൾ പലപ്പോഴും അനുഭവിക്കുന്ന ഹോർമോൺ പ്രശ്നങ്ങൾ മരുന്നില്ലാതെ മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പാദങ്ങൾ അഴുക്കാകുമെന്ന് പേടിക്കരുത്. ഇതൊരു വ്യായാമമല്ല, ഇതൊരു ജീവിതശൈലിയാണ്. പ്രകൃതിയുമായുള്ള നിങ്ങളുടെ ബന്ധം വീണ്ടെടുക്കുക. നിങ്ങളിൽ ഒരു ശാന്തി വരും. ഒരു മലയിലോ മരത്തിലോ ഉള്ള അതേ ശാന്തി. കാരണം ഇപ്പോൾ നിങ്ങൾ ആ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. നാളെ രാവിലെ കണ്ണു തുറക്കുമ്പോൾ ആദ്യം ചെരുപ്പ് തിരയരുത്. മണ്ണിലേക്ക് ചെന്ന് അതിനെ വണങ്ങി പാദങ്ങൾ നിലത്ത് വെക്കുക. അപ്പോൾ മാന്ത്രികത തുടങ്ങും. ആരോഗ്യത്തിലേക്കുള്ള നിങ്ങളുടെ മടക്കം തുടങ്ങും. ഇത് നിങ്ങളുടെ പാദങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യമാണ്. ജയിക്കുക, ആഘോഷിക്കുക. ആരോഗ്യം ഒരു ആഘോഷമാണ്. ഭൂമിയുമായി ബന്ധപ്പെടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സുഹൃത്തുക്കളുമായി പങ്കിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.